ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്. കാമ്പിയിൽ തറവാടെന്നാണ് ഈ വീട്ടിൻ്റെ പേര്. 54 വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിന്. അതിനു മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന ഇവിടെയാണ്. അതിന് ചാവടി എന്നാണ് പറയുന്നത്. ചാവടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നാലുകെട്ടാണ്. അതിൽ നിന്ന് ഈ പുതിയ വീട് വെച്ചത് എൻ്റെ അച്ഛനാണ്, കുട്ടമ്പിള്ള. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു, അതിലുപരി ഒരു കർഷകനായിരുന്നു. സരസ്വതി അമ്മ ഇട്ടിയമ്മയാണ് എൻ്റെ അമ്മ. 39 വയസ്സുവരെ ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ രാഷ്ട്രീയ അരങ്ങേറ്റം, എൻ്റെ വിവാഹം, ദാമ്പത്യ ജീവിതം എല്ലാം ഈ തുടക്കവും ഏറെക്കുറെ ഇവിടം വരെ ഈ വീട്ടിലായിരുന്നു. 48 വയസ്സുവരെ ഞാൻ ഈ വീട്ടിലാണ് ഓണമുണ്ടത്. അതായത് 48 ഓണം ഉണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയോടൊപ്പം അല്ലാതെ ഒരു ഓണം ഞാൻ ഉണ്ടിട്ടില്ല. 48ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. അതിനുശേഷം ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല, ഓണം ഉണ്ടിട്ടില്ല. കുംഭമാസത്തിലെ ശിവരാത്രി ദിവസത്തെ തിരുവോണത്തിലാണ് ഞാൻ ജനിച്ചത്. ശിവരാത്രി എന്ന് പറഞ്ഞാൽ മഹാശിവരാത്രിയാണ്. അതുകൊണ്ട് എൻ്റെ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം, വളരെ ആർഭാടപൂർവ്വമാണ് കൊണ്ടാടിയിരിക്കുന്നത്. 48 വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ എൻ്റെ പിറന്നാളിന് വലിയ സദ്യയും പായസം അടക്കമുള്ള എല്ലാ വിഭവങ്ങളും അമ്മ ഒരുക്കിയിരുന്നു. മറ്റൊരു മക്കളുടെ പിറന്നാളിനും കൊടുക്കാത്ത പ്രാധാന്യമാണ് എൻ്റെ പിറന്നാളിന് എൻ്റെ അമ്മ നൽകിയത്. ഞാനും അമ്മയുമായി ഒരു വലിയ വൈകാരിക ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന് ഒരു വലിയ കാരണം കൂടിയുണ്ട്. കൊച്ചിലെ തൊട്ടടുത്ത പുരയിടത്തിൽ തേങ്ങ അടർത്താനായിട്ട് പോകുമ്പോൾ അമ്മ എന്നെ കൂടി കൊണ്ടുപോയി. അപ്പോൾ അവിടെ തറ നിരപ്പിലുള്ളൊരു കിണറുണ്ട്. ആ കിണറ്റിനകത്തേക്ക് തേങ്ങ വീഴാതിരിക്കാൻ മൂപ്പര് പച്ചയോല വെട്ടി അതിൻ്റെ മുകളിലിട്ടു. എന്നിട്ട് മൂപ്പര് തേങ്ങ അടക്കാനായിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ ഞാൻ ആ ഓലയുടെ മുകളിൽ കൂടി നടക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഞാൻ വെള്ളത്തിന് ഒക്കെ മുങ്ങിപ്പോയി. ഇത് മുകളിൽ ഇരുന്നുകൊണ്ട് മൂപ്പര് കാണുന്നുണ്ട്. മൂപ്പര് ജീവനും കൊണ്ട് അവിടുന്ന് നിരങ്ങിറങ്ങുക ചെയ്തത്. താഴെ ഇറങ്ങി വന്ന മൂപ്പരുടെ തൊലി മൊത്തം ഉരിഞ്ഞു പോയി. പക്ഷെ മൂപ്പരെ ഏണിയെടുത്ത് കിണറ്റിലോട്ട് വെച്ച് ഇറങ്ങാനായി ഭാവിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ മൂപ്പരെ പിടിച്ചൊരൊറ്റ തെള്ളി വെള്ളത്തിലോട്ട്. കിണറ്റിനകത്ത് വെള്ളത്തിൽ അദ്ദേഹം വന്ന് വീണു. വെള്ളത്തിലെ ഒരു സ്ട്രഗിളിനിടയിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തി. പുറത്തു വന്നപ്പോൾ എന്നെക്കാൾ മാരകമായ മുറിവാണ് മൂപ്പർക്ക് കിട്ടിയിരിക്കുന്നത്. ശരീരം ആസകലം ഇങ്ങനെ നിരങ്ങി തൊലി മൊത്തം പോയി രക്തമൊലിക്കുന്ന ഒരു സ്ഥിതി. അപ്പോൾ ഒരു അമ്മയുടെ മകനെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ആർത്തി, അതുപോലെ തന്നെ മൂപ്പര് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു ത്വര, എല്ലാം കൂടി ആയപ്പോൾ അതൊരു വലിയ രംഗമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു പുനർജന്മം, അല്ലെങ്കിൽ ഒരു രണ്ടാം ജന്മമായി അതിനെ ചിത്രീകരിക്കാം. കാരണം ഇങ്ങനെ മൂപ്പരെ മുകളിൽ നിന്നത് കാണുന്നില്ലായിരുന്നെങ്കിൽ, അവിടെ നിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, മൂപ്പരെ അമ്മ പിടിച്ച് കിണറ്റിൽ തെള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് എൻ്റെ അന്ത്യമാകുമായിരുന്നു. മരണത്തെ നേരിൽ കണ്ട ഒരു നിമിഷവും അല്ലെങ്കിൽ ഒരു ദിവസവുമാണ് അമ്മയും മറ്റുള്ള എല്ലാവരും അത്. അതുകൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അതെൻ്റെ ഒരു രണ്ടാം ജന്മമായി, ഒരു പുനർജന്മമായി. അതിനുശേഷം എന്നോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും അതിരുകളില്ലാതായി മാറി. എൻ്റെ കുടുംബത്തിന് ഒരു സ്ഥാനപ്പേര് കൂടി ഉണ്ടായിരുന്നു. വടയാറ്റ് യജമാനൻ എന്നാണ് ആ സ്ഥാനപ്പേര്. അവസാനത്തെ വടയാറ്റ് യജമാനൻ എന്ന് പറയുന്ന വിക്രമൻ മാധവൻ ഉണ്ണിത്താൻ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനായിരുന്നു. രാജഭരണം അവസാനിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി ആ പദവി എൻ്റെ രണ്ടാമത്തെ അമ്മാവൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. വിക്രമൻ പരമേശ്വരൻ ഉണ്ണിത്താൻ രാജഭരണം അവസാനിച്ചതിന് ശേഷവും വടയാറ്റ് യജമാനായി തുടർന്നു എന്നുള്ളതാണ്. ഒരിക്കലും സത്യത്തിനെതിരായി, നീതിക്കെതിരായി അല്ലെങ്കിൽ അധർമ്മത്തിനു വേണ്ടി നിന്നൊരു പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിനില്ല. അതാണ് രാഷ്ട്രീയത്തിൽ എൻ്റെ രക്തവും പലപ്പോഴും തിളയ്ക്കുന്നത്. ക്ഷത്രിയ രക്തമാണ് എൻ്റെ സിരകൾ കൂടി ഒഴുകുന്നത്. എവിടെ അനീതി കാണുന്നോ, എവിടെ അധർമ്മം കാണുന്നോ, എവിടെ അസമത്വം കാണുന്നോ അതിനോടൊരു കോംപ്രമൈസും ചെയ്യാൻ എൻ്റെ കുടുംബ പാരമ്പര്യം എന്നെ അനുവദിക്കാറില്ല. രാഷ്ട്രീയത്തിൽ എൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്പ്രിയ സത്യം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ എപ്പോഴും ഞാൻ തൻ്റെ ഇടം കാണിക്കുന്നത്. എൻ്റെ സിരകൾ കൂടി ഒഴുകുന്ന രക്തത്തിൻ്റെ പാരമ്പര്യമാണ്, അല്ലാതെ മറ്റൊന്നും. ഞങ്ങൾ 6 സഹോദരങ്ങളാണ് ആകെ ഉള്ളത്. 2 പേര് എനിക്ക് മൂത്തതും 3 പേര് എനിക്ക് ഇളയതുമാണ്. ഈ ഇരിക്കുന്നത് 2ഉം എൻ്റെ സഹോദരങ്ങളാണ്. ഒരാളുടെ പേര് ശ്രീ വിജയമോഹൻ ഉണ്ണിത്താൻ. അവൻ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിക്കുന്നു. 2 ഏറ്റവും ഇളയ ആളാണ് ശ്രീ വിപിൻ മോഹൻ ഉണ്ണിത്താൻ. അവന് കൊല്ലം ബാറിലൊരു ലായറാണ്. എൻ്റെ അനിയൻ വിജയമോഹൻ ഉണ്ണിത്താൻ്റെ ഭാര്യയും കുട്ടികളുമാണ്. സഹോദരിയുടെ മകനാണ് ഈ ഇരിക്കുന്ന അഭിഷേക്. അമ്മ പ്രസവിച്ച 6 മക്കളും അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അത്യപൂർവമായ സംഭവമാണ്. എല്ലാവരും മാനസികമായി വൈകാരികമായി താതാത്മ്യം പ്രാപിച്ച ഒരു സ്ഥിതിയിലാണ്. പരസ്പരം ദുഃഖങ്ങളും സ്നേഹങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ മറ്റൊരിടത്തും കാണാത്ത പോലെ വളരെ ഐക്യത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥാപനമാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. അവിടെ പഠിക്കാനും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തിരഞ്ഞെടുക്കപ്പെടാനൊക്കെ അപൂർവമായി ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ.
എന്നെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാക്കി മാറ്റിയത് കൊല്ലം എസ് എൻ കോളേജാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നതിലുപരി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനുമായി ഏറ്റവും അടുപ്പം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ സോമനാഥൻ. അദ്ദേഹം അറിയപ്പെടുന്നൊരു കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹം ഒരു ചലച്ചിത്ര സംവിധായകനാണ്. എല്ലാ അർത്ഥത്തിലും ഒരു വലിയ കലാകാരൻ കൂടിയായ പ്രൊഫസർ കാർട്ടൂണിസ്റ്റ് സോമനാഥൻ എൻ്റെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ്. കേരളം കണ്ടിട്ടുള്ള പ്രസിദ്ധരായ എത്രയോ വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ്സിലിരുന്നും എന്നോടൊപ്പം ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചും കഴിഞ്ഞു പോന്നു. ആ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരുപാട് പേരുകളുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഓർക്കാറുള്ള ഒരു വ്യക്തിയാണ് ശ്രീമാൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താനുമായിട്ടുള്ള പരിചയം ഏതാണ്ട് 3.5 ദശാബ്ദ കാലഘട്ടത്തിൻ്റെ പഴക്കമുള്ള ഒരു പരിചയമാണ്. അദ്ദേഹം അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുപ്പിൽ വളരെ അത്ഭുതകരമായി വിജയിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ അത്ഭുതകരമായി എന്ന് പറയാൻ കാര്യം, ഇദ്ദേഹത്തിന് എതിരായി നിന്ന് മത്സരിച്ച ആൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ എം എ ബേബിയാണ്. ബേബിയും ഉണ്ണിത്താനും സ്ഥാനാർത്ഥികളായിരിക്കുന്നത് കുട്ടികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നുള്ളതാണ് പരമാർത്ഥം. രണ്ടുപേരും കുട്ടികൾക്ക് ഒന്നുപോലെ പ്രിയപ്പെട്ടവരാണ്. ഇന്നത്തെ രാഷ്ട്രീയ രീതിയല്ല അന്നുണ്ടായിരുന്നത്. അന്ന് വ്യക്തിത്വമുള്ള വിദ്യാർത്ഥികളെ ജയിപ്പിച്ച് കലാരംഗത്തും യൂണിയൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര നിലയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ബേബിയും ഉണ്ണിത്താനും ഒന്നുപോലെ തന്നെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആര് ജയിക്കുമെന്ന് വിദ്യാർത്ഥികൾക്കൊരു ഊഹവുമില്ല, അധ്യാപകരായ ഞങ്ങൾക്കും യാതൊരു ഊഹവുമില്ല. പക്ഷേ വോട്ടെണ്ണി തീർന്നപ്പോൾ മാത്രമാണ് ഉണ്ണിത്താൻ ജയിച്ച കാര്യം എല്ലാവരും അറിയുന്നത്. കുട്ടികൾക്കെല്ലാം സന്തോഷമായിരുന്നു. കാരണം രണ്ടുപേര് ജയിച്ചാലും ഒന്നുപോലെ പ്രയോജനപ്പെടുന്ന വ്യക്തികളാണവർ. എന്തായാലും ഉണ്ണിത്താൻ ജയിച്ചു. അന്ന് യൂണിയൻ്റെയും ആർട്സ് ക്ലബിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര സഹായം കൊടുത്തിരുന്ന ഒരു അധ്യാപകനെന്ന നിലയിൽ എനിക്ക് ഉണ്ണിത്താൻ്റെ സഹായം വളരെയധികം കിട്ടി എന്നുള്ളതാണ് സത്യം. ഞാനും ശ്രീ കെ കരുണാകരനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതും ഈ കൊല്ലം എസ് എൻ കോളേജിൽ നിന്നാണ്. ഞാൻ കൊല്ലം എസ് എൻ കോളേജിലെ യൂണിയൻ ചെയർമാനായിരിക്കുമ്പോഴാണ് ശ്രീ കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്ന് കോൺഗ്രസ്സിനകത്ത് ആൻ്റണി കരുണാകരൻ യുദ്ധം നടക്കുന്ന കാലമാണ്. കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും പരസ്യമായി അന്ന് എ കെ ആൻ്റണിക്ക് സപ്പോർട്ട് കൊടുത്തിരുന്ന കാലം. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ കരുണാകരനെ കേരളത്തിലെ ഒരു കോളേജ് യൂണിയനിലും പങ്കെടുപ്പിക്കരുതെന്ന് KSU പ്രസിഡൻറ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം ശ്രീ കരുണാകരന് കൊടുക്കുന്നത് ഞാനാണ്, കൊല്ലം എസ് എൻ കോളേജിലാണ്. അന്ന് ശ്രീ കരുണാകരനെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് കൊല്ലം എസ് എൻ കോളേജിൽ കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എതിരായിരുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എതിരായിരുന്നു. ആ എതിർപ്പുകളെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട്, ആ എതിർപ്പുകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ശ്രീ കരുണാകരനെ കൊല്ലം എസ് എൻ കോളേജിൽ കൊണ്ടുവന്ന് യൂണിയൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഒരു മഹാസംഭവമായിരുന്നു. ആ സംഭവം ഒന്നിൻ്റെ തുടക്കവുമായിരുന്നു. അന്നു മുതലാണ് ശ്രീ കരുണാകരനും ഞാനുമായി ഒരു രാഷ്ട്രീയ ബന്ധം ആരംഭിക്കുന്നത്. ആ ബന്ധം വർഷങ്ങളോളം നീണ്ടു നിന്നു. പ്രയോജനശൂന്യമായിരുന്നു ആ ബന്ധമെന്ന് അവസാനം പറയാമെങ്കിലും ആ ബന്ധം 1975 എസ് എൻ കോളേജിൽ നിന്ന് ആരംഭിച്ചതാണ്.